മുൻപ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളെയൊക്കെ അപേക്ഷിച്ച് ഈ പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറെ സംഭവങ്ങൾ നടന്നു. അതായത് ഈ പറയുന്ന UDF പറയുന്നത് പോലെ കുറെ വിസ്മയങ്ങൾ അവർക്ക് സംഭവിച്ചു. CPM എന്ന് പറയുന്ന പാർട്ടിക്കൊപ്പം നിന്ന് മുതിർന്ന സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന ആൾക്കാരുടെ ഒരു കൊഴിഞ്ഞുപോക്ക്. അവരെല്ലാം വന്ന് അടിഞ്ഞത് എന്ന് പറയുന്നത് UDF-ലോട്ടാണ് വന്ന് അടിഞ്ഞത്. അപ്പം അത് ഐഷ പോറ്റിയെ പോലെ, PK ശശിയെ പോലെ, G സുധാകരനെ പോലെ ഒക്കെയുള്ള ആൾക്കാർ. ഇത് KC-യുടെ നേട്ടമാണ് എന്ന രീതിയിൽ ഒരു പ്രചരണമൊക്കെ നടക്കുന്നുണ്ട്. KC വേണുഗോപാലിന്റെ ഒരു മികവ് കൊണ്ടാണ്, അല്ലെ കഴിവ് കൊണ്ടാണ് ഈ നേതാക്കളൊക്കെ UDF-ലേക്ക് എത്തിയത് എന്ന് പറയുന്നു. അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? അങ്ങനെ ഒരു പക്ഷേ ആയിരിക്കാം. കാരണം ഇവിടുന്ന് എന്ത് തന്നെയാണെങ്കിലും പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ള നേതാക്കന്മാർ തന്നെയാണ് പോയത്. G സുധാകരനാണെങ്കിലും, ഗോവിന്ദൻ മാസ്റ്റർ ആണെങ്കിലും, പിന്നെ നമ്മൾ ഇങ്ങോട്ട് കുഞ്ഞികൃഷ്ണനാണെങ്കിലും എല്ലാവരും വളരെ പ്രാധാന്യമുള്ള CPM-ന്റെ മുതിർന്ന നേതാക്കൾ എന്ന് പറയാൻ പറ്റുന്ന. ഐഷ പോറ്റി CPM-ന്റെ ആളല്ല, CPM-ന് രാജിവെച്ചിരിക്കുന്ന സമയത്താണ് പോയത്. ബാക്കിയുള്ളവരെല്ലാം മുതിർന്ന നേതാക്കൾ തന്നെയാണ്, മികച്ച നേതാക്കന്മാർ തന്നെയാണ്. അവരെല്ലാം KC കൊണ്ടുപോകാനകത്ത് KC-യുടെ വലിയ കഴിവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കാണാം. പക്ഷേ ഇവരുടെ ഒരു പാർലമെന്ററി ലൈഫ് ഏറെക്കുറെ അവസാനിച്ച സാഹചര്യമായിരുന്നു. മീൻസ് ഇപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് പറഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് കഴിയുക എന്ന് പറയും, ആ ഒരു അവസ്ഥയിലായിരുന്നു. ശരിക്കും ഇവർക്കെല്ലാം CPM എന്ന് പറയുന്ന പാർട്ടി മുതിർന്ന സഖാവ് എന്ന് പറയുന്ന ഒരു സ്ഥാനം നൽകി അവരെ ആദരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. എന്നാൽ ഇപ്പം ഈ പറയുന്ന നേതാക്കന്മാർക്ക് കേൾക്കേണ്ടി വന്നൊരു പഴിയുണ്ട്. എന്താണ് ആ പഴിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വർഗവഞ്ചകൻ എന്ന് പറയുന്ന ഒരു പേരുദോഷം കേൾക്കേണ്ട ഗതികേട് ഈ നേതാക്കന്മാർക്ക് ഉണ്ടാക്കി കൊടുത്തത് ഒരുപക്ഷെ KC വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവായിരിക്കും. നമ്മൾ മറ്റൊരു തലം കൂടി പരിശോധിക്കും. ഈ KC വേണുഗോപാൽ കൊണ്ടുപോയതിന്റെ കഥ മാത്രമല്ല നമുക്കറിയാം. അതായത് CPM-ൽ നിന്നും കൊണ്ടുപോയി. ഈ CPM-ൽ നിന്ന് കൊണ്ടുപോയ നേതാക്കന്മാർ ഇപ്പം ഒന്നാം സ്ഥാനത്തേക്ക് G സുധാകരൻ 78 വയസ്സായി. 78 വയസ്സുള്ള ഒരാൾ 83ാമത്തെ വയസ്സാകും ഈ ഇത് കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് കോൺഗ്രസ് വീണ്ടും സീറ്റ് കൊടുക്കുമോ? അല്ല, കോൺഗ്രസ് വീണ്ടും 83 വയസ്സുള്ള G സുധാകരനെ ഈ UDF വീണ്ടും അടുത്ത തവണ അമ്പലപ്പുഴയിൽ മത്സരാർത്ഥിയാക്കുമോ? തൻ്റെ ഇടമുണ്ടോ അത് സമ്മതിച്ചു തരാൻ? ഈ പറയുന്ന ഗോവിന്ദൻ മാസ്റ്ററെ വീണ്ടും തളിപ്പറമ്പിൽ അടുത്ത തവണ ഇത്തവണ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ ഗോവിന്ദൻ മാസ്റ്ററെ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയാക്കും തളിപ്പറമ്പിൽ? ഇല്ല. ഐഷ പോറ്റിയെ കൊട്ടാരക്കരയിൽ വീണ്ടും സ്ഥാനാർത്ഥിയാക്കും ഇത്തവണ തോറ്റു കഴിഞ്ഞാൽ? ഇല്ല. ഈ പറയുന്ന നേതാക്കളെയൊക്കെ കൊണ്ടുപോയി എന്നുള്ളത് ശരിയാ. തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന 2026 അവസാനിക്കുന്ന സാധനമല്ലല്ലോ. അത് കഴിഞ്ഞ് 31 അടുത്ത തെരഞ്ഞെടുപ്പ് വരികയല്ലേ. എനിക്ക് തോന്നുന്നു 29 മറ്റോ അടുത്ത തെരഞ്ഞെടുപ്പ് വരികയല്ലേ അല്ലേ. അപ്പം പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയല്ലേ. ഇവരെയൊക്കെ വീണ്ടും മത്സരിപ്പിക്കും. ഇവർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോറ്റുപോയെന്നും പറഞ്ഞിട്ട് ഇവരെ വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ തൻ്റെ ഇടം ഉണ്ടോ ഈ KC വേണുഗോപാലിന്? അങ്ങനെ ഒരു ഉറപ്പ് ഈ പറയുന്ന നേതാക്കന്മാർക്ക് കൊടുക്കാൻ പറ്റുമോ KC വേണുഗോപാലിനെ കൊണ്ട്? ഇല്ല. KC വേണുഗോപാൽ ഇതിനു മുമ്പ് തന്നെ G സുധാകരൻ എന്തുകൊണ്ട് മറിഞ്ഞു എന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞാൽ G സുധാകരനുമായി ഇതിനു മുൻപ് തന്നെ കൂടിക്കാഴ്ച KC വേണുഗോപാൽ നടത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് എല്ലാം അറിയാവുന്ന കാര്യവുമാണ്. ഈ കൂടിക്കാഴ്ച നേരത്തെ നടന്നതാണെന്നും G സുധാകരൻ ഒരു സുപ്രഭാതത്തിൽ ചാടിക്കേറി പോയതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി വേറൊരു കാര്യം കൂടി, KC വേണുഗോപാൽ ഇങ്ങോട്ട് വന്നവരെ കുറിച്ചല്ലേ പറയുന്നുള്ളൂ, അങ്ങോട്ട് പോയവരെ കുറിച്ച് എന്താ പറയാത്തെ? ഇവിടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15 BJP സീറ്റുകളിൽ മത്സരിക്കുന്നത് ഇവിടുത്തെ പിന്നെ കോൺഗ്രസിലെ നേതാക്കന്മാരാണെന്നേ. കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു പോയതാ. നുസൂർ എന്ന് പറയുന്ന ഒരാൾ ഇന്ന് CPM പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന ഒരാൾ ഇന്ന് CPM-ൽ അംഗത്വം എടുത്തിട്ടുണ്ട്. P സരിൻ CPM-ൽ അംഗമായിട്ടുണ്ട് അല്ലേ. പിന്നെ അങ്ങനെ എത്ര നേതാക്കന്മാരുണ്ട്. P പത്മജ എവിടെയാണ് P പത്മജ ഉള്ളത്? P പത്മജ ഇന്ന് തൃശ്ശൂർ സ്ഥാനാർത്ഥിയാണ് BJP-യുടെ. ബാബു ദിവാകരൻ എവിടെയായിരുന്നു? കോൺഗ്രസിൽ നിന്നല്ലേ. ആളിപ്പോ എവിടെയാ? 2020-യുടെ സ്ഥാനാർത്ഥിയല്ലേ അല്ലേ. ഇപ്പൊ തൊടിയൂർ രാമേന്ദ്രൻ എവിടെയായിരുന്നു നിന്നത്? കോൺഗ്രസിലല്ലായിരുന്നു. ഇപ്പൊ എവിടെയാ? BJP-യിലാണ് അല്ലേ. എന്ന് വെച്ചാൽ കേരളത്തില് 15ഓളം വരുന്ന നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇന്ന് BJP അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥികളാണ്. എന്താ അവരെ നിലനിർത്താൻ എന്താ KC വേണുഗോപാലിനെ കൊണ്ട് കഴിയാതെ പോയത്? ഈ പോയതെല്ലാം പ്രാധാന്യം കുറെ ചെറുപ്പക്കാരും പോയിട്ടില്ലേ, അവരെയൊക്കെ നിർത്താൻ KC വേണുഗോപാൽ കഴിഞ്ഞിട്ടുണ്ടോ? കേരളത്തിലെ സമുന്നതനായ കോൺഗ്രസ് നേതാവ് K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ പോയപ്പോ എവിടെയായിരുന്നു പിന്നെ KC വേണുഗോപാലിന്റെ നയതന്ത്രം? എവിടെയായിരുന്നു? ഒരു നയതന്ത്രം ഇവിടെ നടത്തിയില്ലല്ലോ.
AK ആന്റണി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൻ അനിൽ ആന്റണി BJP സ്ഥാനാർത്ഥിയെ പത്തനംതിട്ട മത്സരിക്കുന്ന സമയത്ത് എവിടെയായിരുന്നു KC വേണുഗോപാലിന്റെ നയതന്ത്രം? ഇല്ലല്ലോ. ദേശീയ തലത്തിൽ BJP ഇവിടെ വിസ്മയം നടക്കുമ്പോൾ ഇപ്പുറത്ത് വലിയ കൊഴിഞ്ഞുമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്നേ. ഈ അഖിലേന്ത്യാ അത് അറിയാത്തത് കൊണ്ടല്ല, നാണക്കേടല്ലേ പറയാൻ. എങ്ങനെ പറയുന്നേ? കേരളത്തിലെ ഏറ്റവും 2 മുഖ്യമന്ത്രിമാരുടെ 2 മക്കള് ഇന്ന് BJPക്ക് സംഭാവന ചെയ്തു. ഒരു മുഖ്യമന്ത്രിയുടെ മരുമോൻ ഇതിന് 2020 അടുത്ത ആളാണ് അല്ലേ, മറ്റേ മറിയമ്മന്റെ ഭർത്താവ്. എന്നിട്ട് ഏറ്റവും അവസാനം കോൺഗ്രസിലെ സൈബർ ഖാനിൽ പ്രചരിപ്പിച്ചത് എന്താണ്? അത് ഡിവോഴ്സായി നിൽക്കുകയാണ്. ഇതൊക്കെയാണ് രസത. പക്ഷെ മറിയമ്മന് സംഭവം അറിഞ്ഞില്ല. ഇങ്ങനെ സംഭവം ഡിവോഴ്സായ വിവരം പുള്ളിക്കാരി അറിഞ്ഞില്ല, ഉമ്മൻചാണ്ടിയുടെ മോൾ അറിഞ്ഞില്ല. പക്ഷെ ഇവിടുത്തെ സൈബർ ഖാനിലെല്ലാം പക്ഷെ അറിഞ്ഞു ഉമ്മൻചാണ്ടിയുടെ മോൾ ഡിവോഴ്സ്ഡ് ആണ്. എന്നാൽ ഇതിന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണ്ടേ? അപകീർത്തികരമായ പരാമർശം നടത്തിയതുകൊണ്ട് ശരിക്കും മറിയമ്മന് കോൺഗ്രസ്സുകാർക്കെതിരെ കേസ് കൊടുക്കേണ്ടതാ. കാര്യം ഡിവോഴ്സ് ആകാത്ത അവരെ ഡിവോഴ്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കാതെ തെറ്റല്ലേ അത്? അല്ലെ, അങ്ങനെ വരെ പ്രചരിപ്പിച്ചു രക്ഷപ്പെടാൻ വേണ്ടിട്ട്. അയാള് 2020 സമുന്നതനായ നേതാവാണെന്നേ. അപ്പൊ ഇത് എങ്ങനെയാണ് ഒരു കുടുംബത്തിലെ ഒരു മുറിക്കകത്തിരുന്നുണ്ട് ഇംഗ്ലാസ് അല്ല ഈ നമ്മുടെ AK ആന്റണി ഇരുന്നുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി ഭജന പാടുമ്പോ അപ്പുറത്ത് മകൻ അവിടെ നിന്നുണ്ട് ജയ് ശ്രീറാം വിളിക്കും. ഇതാണ് സംഭവം. AK ആന്റണിയുടെ വീട്ടിൽ തന്നെ 2 ഇതാണ്. പിന്നെ മറ്റേ ആളെ വേണുപോലെ കെട്ടിക്കൊണ്ട് പോയെന്നെങ്കിലും പറയാം, നമ്മുടെ പത്മജയെ. അപ്പൊ അതുകൊണ്ട് പത്മജ ഇരിക്കുന്ന ഭർത്താവിന്റെ വീട്ടിലാണ്. അതുകൊണ്ട് ഈ ചേട്ടനും ആങ്ങളെയും പെങ്ങളും തമ്മിൽ അടി നടക്കത്തില്ല. K മുരളീധരന് ധൈര്യമായിട്ടിരുന്ന് കോൺഗ്രസിന്റെ കാര്യങ്ങൾ സംസാരിക്കാം. പത്മജ വേണുഗോപാലിന് ഇപ്പൊ സ്വതന്ത്രമായിട്ടിരുന്നിട്ട് അവിടെ നിന്നുണ്ട് വിചാരധാര വായിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരിടത്ത് തന്നെ ഇരുന്നുകൊണ്ട് ഒരു വീട്ടിൽ ഇരുന്നുകൊണ്ട് അനിൽ ആന്റണിയും സ്വന്തം അച്ഛനും കൂടെ അപ്പുറം ഇപ്പുറം മാറി തിരിഞ്ഞിരുന്നുണ്ട് ഒരാൾ ഇവിടെ വിചാരധാര വായിച്ച് കേൾപ്പിക്കുകയാണ് AK ആന്റണി. ഇപ്പൊ AK ആന്റണിയുടെ വിചാരം അതാണ് ഇവരുടെ എന്തോ പുസ്തകമാണെന്ന് വിചാരിച്ചു കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത്. കാരണം ഇപ്പൊ AK ആന്റണിക്ക് വയ്യല്ലോ, വായിച്ച് കേൾപ്പിക്കും. കുറെ പ്രായം എത്തിക്കഴിയുമ്പോൾ ബൈബിളൊക്കെ വായിച്ച് കേൾപ്പിക്കണം എന്ന് പറയുന്ന പോലെ. അതുകൊണ്ട് പുള്ളി ഇരുന്നിട്ട് വായിച്ച് കേൾപ്പിക്കുന്ന വിചാരധാരയാണ് AK ആന്റണി. ആ ഒരു നിലയിലേക്ക് എത്തി കാര്യങ്ങള്. അങ്ങനെ കോൺഗ്രസിനകത്ത് നിന്ന് അടപടലം കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലാണ് വന്നിട്ട് ആകപ്പാടെ G സുധാകരനെ കൊണ്ടുപോയി. വലിയ നേട്ടമായി പോയി G സുധാകരനെ പോയത്, വലിയ നേട്ടം. G സുധാകരൻ പാർട്ടിയോട് പിണങ്ങിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയിരുന്നേ. G സുധാകരന് എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കണം. 10-78 വയസ്സുള്ള ഒരാളെ വീണ്ടും 75 എന്ന് പറയുന്ന ഒരു പ്രായപരിധി കൊണ്ട് വെച്ചിട്ടുണ്ട് പാർട്ടിക്കുള്ളിൽ. അപ്പൊ അതിനകത്ത് G സുധാകരൻ 2 തവണ മന്ത്രിയായിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്. ഇതൊന്നും പോരെ? ഇതൊക്കെ പോരെ ഒരാൾക്ക്? എന്നിട്ട് വീണ്ടും മത്സരിക്കണമെന്ന് പറഞ്ഞാൽ എത്രയോ ആവർത്തി പാർട്ടിയെ പരസ്യമായിട്ട് പുറത്തിട്ട് തള്ളി പറഞ്ഞു ഈ G സുധാകരൻ എന്ന് പറയുന്ന നേതാവ്. കോൺഗ്രസിന് യോജിക്കുന്ന വാക്കുകളാണ് കഴിഞ്ഞ ദിവസം അവിടെ എന്നിട്ട് പറഞ്ഞത്. CS സുജാത എന്ന് പറയുന്ന ഒരു വനിതാ നേതാവിനെതിരായിട്ട് പ്രസംഗിച്ചത്. അവിടുത്തെ കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളെ എന്താ പറയാ, ഇവിടുത്തെ കളർകോട് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് കൊണ്ട് വിരിച്ചിരിക്കുന്ന മീനിന്റെ മണമുള്ള മണ്ണാണെന്ന് പറയാൻ മാത്രം ഒരു തരംതാണ് പോയില്ലേ G സുധാകരൻ എന്ന് പറയുന്ന നേതാവ്. ഇവരെയൊക്കെയല്ലേ എടുത്തുകൊണ്ട് നടക്കുന്നത്. അതിലാണ് KC വേണുഗോപാലിന്റെ നയതന്ത്രം എന്ന് പറയുന്നത്. ദേശീയ തലത്തിൽ എത്ര നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്ന് പോയി? ആരുടെയെങ്കിലും പിന്നാലെ പോകാൻ കഴിഞ്ഞോ? അവരിൽ പലരും ഇന്ന് മുഖ്യമന്ത്രിമാരാണെന്നേ. ബീഹാറിലും ഒഡീഷയിലും 2 MLA കൂറുമാറി വോട്ട് ചെയ്തു. അവിടുത്തെ രാജ്യസഭ MP പോയി, ഓരോരുത്തർ പോയി. കാശ് മേടിച്ചോണ്ട് പോയതാ. ഇതൊക്കെയല്ലേ ദേശീയ തലത്തിൽ ഈ പറയുന്ന വലിയ ബുദ്ധിരാക്ഷസനായ KC വേണുഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ KC വേണുഗോപാലിന്റെ സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് ഇപ്പൊ KC വേണുഗോപാലിനെതിരെ സൈബർ ആക്രമണം നടക്കുന്ന കേസ് കണ്ടില്ലേ? മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കച്ചയും തോർത്ത് കൊടുത്തു നടക്കുകയല്ലേ KC. MLA ആകാതെ മുഖ്യനാവണം, അതിന് വളം വെച്ചു കൊടുക്കുന്ന സണ്ണി വക്കീല്. അതിൽ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള ലെവലിലേക്ക് ഒരു കൂട്ടരുണ്ട്. എന്നിട്ട് അതിനെ വെട്ടാൻ വേണ്ടി VD സതീശൻ അവിടെ നാട്ടുകാരെ കൊണ്ട് കാശ് മുടക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ എഴുതിച്ചോണ്ടിരിക്കുക. ഇത് സ്വന്തം പാർട്ടിക്കകത്ത് നടക്കുന്ന ഈ പിടലപ്പടക്കം കാണുന്നില്ല. ഈ വലിയ ബുദ്ധിരാക്ഷസനാണ്, നയതന്ത്രജ്ഞനാണ്. ഇവിടുന്ന് കൊണ്ടുവന്ന ആൾക്കാരെ എല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് മറ്റു പാർട്ടിയിൽ നിന്ന് വലിച്ചേറി കൊണ്ടുവന്ന് ഇവരുടെയൊക്കെ രാഷ്ട്രീയ ഭാവി തീർന്നേ. നാളെ ഇവർക്ക് CPM-ന്റെ ഒരു മുതിർന്ന നേതാവെന്നും പറഞ്ഞുകൊണ്ട് മരിക്കാൻ പറ്റൂ? കാര്യമായിട്ട് ചോദിക്കുക. CPM-ന്റെ ഒരു മുതിർന്ന നേതാവെന്നും പറഞ്ഞുകൊണ്ട് നല്ല ഔദ്യോഗിക ബഹുമതികളോടെ സഹാക്കന്മാരുടെ ഈ ഇൻക്ലാബ് ചിന്താഗതികൾ കേട്ടുകൊണ്ട് ഇവർക്കൊക്കെ ഈ ഭൂമി വിട്ടു പോകാൻ പറ്റൂ? ഇവിടുത്തെ സഹാക്കന്മാർ ആരെങ്കിലും രക്തസാക്ഷി ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ സഹാക്കന്മാർ ആരെങ്കിലും മുദ്രാവാക്യം വിളിക്കൂ? ഇല്ല. അത് അവർക്ക് കിട്ടേണ്ട പ്രിവിലേജുകൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അതേ അന്തരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ വീട് വരെ വിലാപയാത്രയിൽ ജനം കൂടെ ഉണ്ടായിരുന്നേ. മണിക്കൂറുകൾ എടുത്ത് പുന്നപ്ര വരെ എത്താൻ ആ വാഹനം.
എന്തുകൊണ്ടാ? ആ സഖാവ് ജീവിച്ചതും മരിച്ചതും പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ്. കണ്ണേ കരളെ VSA എന്ന മുദ്രാവാക്യം ഉച്ചത്തിൽ വിളിക്കാൻ ഇവിടുത്തെ നാട്ടുകാർ അല്ലെങ്കിൽ ഇവിടുത്തെ സഹാക്കന്മാരെന്ന് തന്നെ പറയുന്നില്ല, പാർട്ടി ഭേദമന്യേ എല്ലാവരും തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് അടിയുറച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ്. അദ്ദേഹത്തിന് ഒറ്റ നിലപാട് മാത്രമാണ് ഉണ്ടായിരുന്നത്. പാർട്ടി ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ സമയത്തും പോളിറ്റ് ബ്യൂറോ അംഗത്വം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട സമയത്തും അദ്ദേഹം ഉറച്ച നിലപാട് CPM-ന്റെ നിലപാട് തന്നെയായിരുന്നു. അതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാ. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയെ അദ്ദേഹം മാറിയത്. ഇവിടെ ഈ പറയുന്ന പിന്നെ TK ഗോവിന്ദനെയോ ഇല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞികൃഷ്ണനെയോ പിന്നെ G സുധാകരനെ ആരെങ്കിലും ഈ പറയുന്ന സമയത്ത് ആരെങ്കിലും ചേർത്ത് നിർത്തി മുദ്രാവാക്യം വിളിക്കുവോ? ഒരാള് വിളിക്കത്തില്ലെന്നേ. ഒരു സഹാക്കന്മാരുടെ കൈ പൊങ്ങില്ല, ഒച്ച പൊങ്ങില്ല അവർക്കൊക്കെ വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ. അത് എത്രയെന്ന് പറഞ്ഞാലും അതാണ് അത്തരത്തിലുള്ള ചില പ്രിവിലേജുകളാണ് ഈ പറയുന്ന പോലെ സ്വന്തം പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മുതിർന്ന സഖാവ് എന്ന് പറഞ്ഞാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ വിലപ്പെട്ടതാണ്, വളരെ വിലപ്പെട്ടതാണ്. ഒരു മുതിർന്ന സഖാവ് രക്തസാക്ഷികളും ഒരു ശരിക്കും പറഞ്ഞാൽ സഹാക്കന്മാരുടെ ഒരു വികാരത്തിന്റെ ഭാഗമാണ്. അത്തരത്തിലുള്ള വികാരത്തെയാണ് ശരിക്കും ഈ പാർട്ടിയിൽ നിന്ന് പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് ഈ കുഞ്ഞികൃഷ്ണനാണെങ്കിലും ഈ പറയുന്ന G സുധാകരനാണെങ്കിലും ഇവരെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നത്. ഇനി ഒരിക്കലും അവർക്ക് ആ പ്രിവിലേജ് തിരിച്ചു കിട്ടില്ല. പാർട്ടിയെ വഞ്ചിച്ചവൻ, പാർട്ടിയെ ഒറ്റിക്കൊടുത്തവൻ എന്ന് പിന്നെ ചരിത്രത്തിൽ എഴുതപ്പെടും ഇവരെയൊക്കെ. അതുപോലും മനസ്സിലാക്കാതെയാണ് ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഈ മാറ്റം. ഈ രാഷ്ട്രീയ ചരിത്രം എഴുതുന്ന കാലത്ത് അത് ഉണ്ടാവുന്നേ. ഇവരെയൊക്കെ ഒറ്റുകാരായിട്ട് വിശേഷിപ്പിക്കപ്പെടും, പിന്നിൽ നിന്ന് കുത്തിയവരായിട്ട് വിശേഷിപ്പിക്കപ്പെടും. ആ ഒരു കാലത്തിലേക്കൊന്നും ഇവർക്ക് അതിൽ നിന്നൊരു മോചനമൊന്നും ഈ പറയുന്ന ഈ 3 നേതാക്കന്മാർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം.